കോടാനുകോടി മനുഷ്യർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മഹിതമായ നാമങ്ങളാണ് അള്ളാഹുവിൻ്റേതല്ലേ. റബ്ബുൽ ആലമീൻ്റെ അസ്മാ ഉൽ ഹുസ്ന പരിചയമില്ലാത്തൊരു മുസൽമാനുണ്ടോ? ആ അസ്മാ ഉൽ ഹുസ്നയിലെ അത്ഭുതം നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും മാറ്റിക്കളയുന്ന ആദ്യവിശിഷ്ടമായ ഒരു ഇസ്മ നമ്മളിന്ന് പഠിക്കാൻ. ഇത് ചൊല്ലിയിട്ട് നിങ്ങളുടെ ജീവിതം മാറിയില്ലെങ്കിൽ നിങ്ങൾ പറയണം, അത്ര അത്ഭുതമാണ്. ഇത് പഠിച്ചിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്നില്ലേ? നമ്മൾ തൗഫീഖില്ലാത്തവരാണ്. തൗഫീഖുള്ളവർക്ക് ഇത് ചൊല്ലാൻ പറ്റുള്ളൂ. ചൊല്ലിയിട്ട് നിങ്ങൾ തന്നെ ഞെട്ടും, നിങ്ങളുടെ ജീവിതം മാറിമറിയും. മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് കാവൽ, എല്ലാത്തിലുമുപരി ആത്മീയമായ രോഗങ്ങളിൽ നിന്ന് കാവൽ. അള്ളാഹ് നമ്മളെ അങ്ങ് ചേർത്ത് പിടിക്കും. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. പിന്നെ സ്വബാഉൽ ഖൈറിൽ നമ്മൾ ഇന്ന് അത്ഭുതം നിറഞ്ഞ ഒരു ഇസ്മിനെ കുറിച്ച് പഠിക്കാൻ. അസ്മാഉൽ ഹുസ്ന ചൊല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അസ്മാഉൽ ഹുസ്ന അത് നമുക്കൊരു പിടിവള്ളിയാണ്, കാവലാണ്, ഈമാനുള്ളവർക്കൊക്കെ അത്താണിയാണ് ഇല്ലേ? നിങ്ങൾ എന്ത് ചോദിച്ചാലും അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിക്കണമെന്ന് ഖുർആനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒക്കെ പഠിപ്പിച്ചതാണ്. പിന്നെന്തിനാണ് ടെൻഷൻ? അസ്മാഉൽ ഹുസ്ന കയ്യിലൊരു പിടിവള്ളിയാണ്. അതിലെ ഓരോ ഇസ്മിൻ്റെയും മഹത്വം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. പടച്ചോനെ, ഞാനിത് ചൊല്ലിയില്ലല്ലോ അല്ലാ, 24 മണിക്കൂർ ഞാൻ ഇസ്മും കൊണ്ട് ഇരുന്നേനെ അല്ലാ എന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെയുള്ളൊരു ഇസ്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അത്ഭുതം നിറഞ്ഞ ജീവിതം മാറ്റിമറിക്കുന്നൊരു ഇസ്മ, യാ ലത്തീഫു യാ അല്ലാ. അതിൻ്റെ എണ്ണം എത്രയാണെന്നൊക്കെ നമുക്ക് പറയാം. വ്യത്യസ്തങ്ങളായ എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യാ ലത്തീഫു യാ അല്ലാ, ലത്തീഫായ അല്ലാ, ദയാലുവായ അല്ല, നമ്മോട് കരുണ ചെയ്യുന്ന അല്ല, നമ്മോട് അത്യധികം ദയുള്ള അല്ല ഇല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഇത്രയും തെറ്റും തോന്നിയാസമൊക്കെ ചെയ്തിട്ട് പടച്ചോൻ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണില്ലേ? അവൻ്റെ കാരുണ്യമല്ലാതെ പിന്നെ എന്താ ഉള്ളത് ഇല്ലേ? അതിൻ്റെ ഒരു ആദത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 129 129 129 തവണ ലത്തീഫ് യാ ലത്തീഫ് യാ അല്ലാ എന്ന ഇസ്മ നമ്മൾ ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? വല്ലാത്തൊരു അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഈ ലത്തീഫ് എന്ന നാമം പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ കാണാം. അതിൽ വളരെയേറെ പ്രത്യേകതയുള്ള ഒരു സൂറത്താണ് സൂറത്ത് ശൂറ. സൂറത്ത് ശൂറയുടെ 19-ാമത്തെ ആയത്ത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലത്തീഫും ബിഇബാദി, അവൻ്റെ അടിമകളോട് അങ്ങേറ്റം കാരുണ്യമുള്ള റബ്ബ് അല്ലേ? അങ്ങേറ്റം ദയുള്ള റബ്ബ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കയ്യും കണക്കില്ലാതെ കൊടുക്കുന്നതാണ്. ഈ ദിക്ർ ഒരു മനുഷ്യൻ ഡെയിലി, ഈ ആയത്തൊരു മനുഷ്യൻ ഡെയിലി 9 തവണ ഓതിയാൽ, 9 തവണ ഈ ചെറിയ ആയത്തോ അതിന് എത്ര നേരം വേണം? അതായത് എന്നോട് ഏറ്റവും കൂടുതൽ കരുണയുള്ളവൻ എൻ്റെ റബ്ബാണെന്നുള്ള ചിന്തയിൽ ഓതണം ഇല്ലേ? അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയായിത്തീരുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അള്ളാഹിനെക്കുറിച്ച് വിചാരിക്കുന്നത് ക്രൂരനാണ് എന്നാണെങ്കിൽ അള്ളാഹിനെ നിങ്ങൾക്ക് ക്രൂരനായി അനുഭവിക്കാൻ പറ്റും. അല്ല, എൻ്റെ കടം എൻ്റെ റബ്ബ് വീട്ടിത്തരും, അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ റബ്ബ് വീട്ടിത്തരും. നിങ്ങൾ എന്താണോ പടച്ചവനെക്കുറിച്ച് ചിന്തിക്കുന്നത് അള്ളാഹ് അങ്ങനെയാകും. ഞാൻ എന്തോരം വരുന്നിട്ടും പടച്ചവൻ തന്നില്ല, എന്നെ ഇങ്ങനെയിട്ട് ഇടങ്ങേറാക്കും. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അങ്ങനെയാകും അള്ളാഹു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ റബ്ബ് എനിക്ക് ദയ ചെയ്ത് തരുമെന്ന ബോധ്യത്തിൽ ഈ ആയത്ത് സൂറത്ത് ശൂറയിലെ 19-ാമത്തെ ആയത്ത് ഡെയിലി 9 തവണ ഒരാൾ ഓതിയാൽ ലത്തഫല്ലാഹു ഫി ഉമുരി, അവൻ്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു എളുപ്പാക്കി കൊടുക്കും. എന്ത് വിഷയം, മക്കളെ കെട്ടിക്കാനാകട്ടെ, കടമാകട്ടെ, പ്രയാസാകട്ടെ, രോഗമാകട്ടെ, വാട്ടെവർ, എന്ത് പ്രയാസവുമായിക്കോട്ടെ അള്ളാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ അങ്ങ് എളുപ്പാക്കി തരും എന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. ഇനി ഈ യാ ലത്തീഫ് യാ അല്ലാ എന്നതിൻ്റെ ഇസ്മ 129 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇത് പതിവാക്കിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്താ? എങ്ങനെയത് പതിവാക്കേണ്ടത്? കഴിയുന്നവരൊക്കെ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം യാ ലത്തീഫ് യാ അല്ലാ എന്ന് 129 തവണ, സുബഹിക്ക് ശേഷം 129, ളുഹറിന് ശേഷം, അസറിന് ശേഷം, അങ്ങനെ ഓരോ നിസ്കാരത്തിന് ശേഷം
അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ ജോലിയിലൊക്കെ അള്ളാഹു വല്ലാത്തൊരു ബറക്കത്ത് തരും. ഇതുവരെ കിട്ടാത്തൊരു ബറക്കത്ത് നിങ്ങൾക്ക് അതിലൊക്കെ ആസ്വദിക്കാൻ പറ്റും. ലൈഫ് കളറാകുന്നത് നിങ്ങൾ തന്നെ ഞെട്ടലോടെ അനുഭവിക്കും. ഉസ്താദേ, ഈ 5 വക്ത് നിസ്കാരത്തിന് ശേഷം 129 ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്നാണ്. ആയിക്കോട്ടെ, അങ്ങനെ സമയം തീരെ ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, 24 മണിക്കൂറും ദിക്റിലിരിക്കുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ പാടില്ല കേട്ടോ. ഭർത്താവിനെയും മക്കളെയും കുടുംബത്തെയും അതുപോലെ തന്നെ ഭാര്യയും എല്ലാവരെയും പരിഗണിച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ ദിക്റിലിരുന്നാൽ മതി, അല്ലെങ്കിൽ ആ പരിഗണിക്കുന്നതിനോടൊപ്പം ദിക്റിലിരുന്നാൽ മതി. ചില ആളുകൾ പരാതി പറഞ്ഞു, എൻ്റെ കെട്ടിയുള്ള 24 മണിക്കൂറും ദിക്റിലും ദുആയിലൊക്കെയാണ്, പക്ഷേ എന്നെ പരിഗണിക്കൂല, മക്കളെ നോക്കൂല. ആ ഇബാദത്ത് അള്ളാഹുവിന് വേണ്ട, അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടും. ഇതൊക്കെ പരിഗണിക്കുന്നതോടൊപ്പം ഇതിനും സമയം കിട്ടിയാൽ അടിപൊളിയാണ്. മനസ്സിലായോ? ഇനി അങ്ങനെ 5 വക്ത് നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ 2 ടൈമിൽ, ഒന്ന് സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് 129 തവണ യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ അല്ലാഹ് എന്നും കൂടെ ചേർക്കാം. യാ ലത്തീഫ് യാ അല്ലാഹ്. ഇനി മഗ്രിബിന് ശേഷവും യാ ലത്തീഫ് യാ അല്ലാഹ് 129 തവണ. അങ്ങനെ ചൊല്ലിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തൊഴിലിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ അള്ളാഹു വല്ലാത്ത ബറക്കത്ത് തരും. ഞാൻ നിങ്ങൾക്ക് ഇത് ചൊല്ലണമെങ്കിൽ ഒരു വിശേഷമുണ്ട്. അതായത് ഇത് തഖ്വയുള്ള അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിച്ച ആളുകൾക്ക് മാത്രമേ ചൊല്ലാൻ പറ്റുള്ളൂ. എല്ലാവർക്കും കൊണ്ടും പറ്റൂല എന്നേ. ഒരു തൗഫീക്ക് കിട്ടിയവർക്കേ പറ്റുള്ളൂ. അങ്ങനെ ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ചില മഹത്വങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ശരീരത്തിന് ആഫിയത്ത് കിട്ടും. എപ്പോഴും തളർച്ചയാണ് ഉസ്താദേ, നിങ്ങൾ ചൊല്ലി നോക്ക്. ഏറ്റവും ചുരുങ്ങിയത് ഡെയിലി 129 തവണ നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്. ആഫിയത്ത് അല്ലാഹു തആല തരും. രണ്ടാമത്, മനക്കരുത്ത്. ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി ഉസ്താദ്, ഞാൻ ആകെ തളർന്നു പോകും. 129 തവണ ഡെയിലി ചൊല്ലിക്കോ, അള്ളാഹു മനക്കരുത്ത് തരും. മൂന്നാമത്തേത്, ശത്രുക്കളിൽ നിന്ന് കാവൽ. ശത്രുക്കൾ മനുഷ്യരിലും ഉണ്ടാകും, ജിന്നുകളിലും ഉണ്ടാവും, ചിലപ്പോൾ സ്വന്തം വീട്ടിലുണ്ടാവും, സ്വന്തം കുടുംബത്തിലുണ്ടാവും, അയൽവക്കത്തുണ്ടാവും. ശത്രുക്കളിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുടുംബത്തിലെ ചില ശത്രുക്കളൊക്കെ വന്നില്ലേ? അങ്ങനെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങനെ അള്ളാഹു അവരിൽ നിന്നൊക്കെ കാവൽ തരും. നല്ല റാഹത്തായൊരു സ്നേഹം അവർക്കൊക്കെ കൊടുക്കും. അതിന് ഈ ഇസ്മു പതിവാക്കുക. നാലാമത്തത്, മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് നല്ലൊരു സ്നേഹം ഉണ്ടാകും, ഒരു സ്വീകാര്യത ഉണ്ടാകും. നിങ്ങൾക്കൊരു ഇസ്സത്ത് കിട്ടും ജനങ്ങൾക്കിടയിൽ. വലിയ ആളായി നടക്കുക, അങ്ങനെയല്ല. മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നല്ല ചിന്ത, അത് മതിയല്ലോ രക്ഷപ്പെടാൻ കാരണമാണ്. അഞ്ചാമത്തേത്, വല്ലാത്തൊരു ഐശ്വര്യവും ബറക്കത്തൊക്കെ കിട്ടും. കുടുംബത്തിൽ, കച്ചവടത്തിൽ, ജോലിയിൽ, സമ്പത്തിൽ, എല്ലായിടങ്ങളിലും വല്ലാത്തൊരു ബറക്കത്ത് ആസ്വദിക്കാൻ പറ്റും. ആറാമത്തേത്, അള്ളാഹുവിൻ്റെ ഹിഫ്ളും ഹിമായത്തൊക്കെ കിട്ടും. അള്ളാഹിൻ്റെ ഹിഫ്ള്, പടച്ചോൻ്റെ കാവൽ. എവിടെ പോയാലും അള്ളാഹിൻ്റെ ഒരു കാവൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ അനുഭവിച്ചറിയും. പടച്ചോൻ കാത്തിട്ട് തന്നെ അല്ലേ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. ഒരു വല്ലാത്ത ഹിഫ്ള്. ഇത് ഡെയിലി 129 തവണ ഏറ്റവും ചുരുങ്ങിയത് പതിവാക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹിൻ്റെ കാവൽ കിട്ടും. ഇനി ഏഴാമത്തേത്, സ്വഭാവം നന്നാകും. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്, സ്വഭാവം നന്നാകും അല്ലേ. ചില ആളുകളുടെ മിണ്ടിയ ചൂടും ഒച്ചപ്പാടും ബഹളവും. ആ സ്വഭാവം നന്നായി മയപ്പെടണം. അതുകൊണ്ടല്ലേ സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുന്നതോടൊപ്പം ചിരിക്കാൻ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ? ചിരി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലായിടങ്ങളിലും മിണ്ടിയ ചൂടാവും എൻ്റെ ഇക്കാക്ക. ഇക്കാക്ക നിന്നോട് മാത്രമേ ചൂടാവുള്ളൂ, നാട്ടുകാരും വലിയ ഡീസൻ്റാണ്. അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ. എട്ടാമത്തെ എന്താണ്? സന്തോഷം ഇട്ട് തരും. അല്ലാഹു റബ്ബുൽ ആലമീൻ കൽബിലേക്ക് സന്തോഷം ഇട്ട് തരും. ഡിപ്രഷനും ടെൻഷനും പ്രശ്നങ്ങളൊക്കെയാണ്. എന്ത് ഡിപ്രഷനുണ്ടോ? അള്ളാഹിനെ കൊണ്ട് മാറ്റാൻ പറ്റാത്തത് വല്ലതും ഉണ്ടോ? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ളൊരു ഉറച്ച ബോധ്യത്തിലേക്ക് ഒരാളെത്തിയാൽ എന്ത് ഡിപ്രഷൻ? നത്തിങ്, ഒന്നും ഉണ്ടാവില്ല, ഹാപ്പിയാണ്. അപ്പോൾ ഡിപ്രഷൻ അള്ളാഹു മാറ്റിത്തരും. ഒമ്പതാമത്തേത്, ജയിലിലൊക്കെ അന്യായമായി പെട്ടുപോയ ആളുകളുണ്ട്. ചില സഹോദരിമാർ പറയാറുണ്ട്, ഉസ്താദ് എൻ്റെ മകൻ ഗൾഫിൽ ജയിലിൽ പെട്ടു, തെറ്റൊന്നും ചെയ്തിട്ടില്ല ഉസ്താദേ, അന്യായമായി പെട്ടുപോയതാണ്, ഭർത്താവ് പെട്ടുപോയിട്ടുണ്ട്. അവരിത് പതിവാക്കിക്കോ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് കാവൽ കൊടുക്കും. നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ ഇത് അവരറിയുന്നുണ്ടാവില്ലല്ലോ, അള്ളാഹു അവർക്ക് കാവൽ കൊടുക്കും. പത്താമത്തേത്, യാത്രയിൽ പോകണം. നമ്മൾ യാത്രയിലാണ്, പെട്ടെന്ന് അള്ളാഹു അപകടങ്ങളിൽ നിന്ന് കാവൽ തരും. ഇപ്പം കഴിഞ്ഞ കൊല്ലല്ലേ നമ്മുടെ ആക്സിഡൻറ്റ് ഉണ്ടായത് നമ്മുടെ വണ്ടിക്ക്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഈ ദിക്റുകളൊക്കെ പഠിച്ചത് ചൊല്ലിയിട്ട് ഇറങ്ങുമ്പോൾ അള്ളാഹു അല്ലാതെ നമുക്കിങ്ങനെ അനുഭവം തരികയാണ് അല്ലേ. അത്ര വലിയൊരു ആക്സിഡൻ്റ് ആയിട്ടും ഒരു പോറൽ പോലും ഇല്ലാതെ എൻ്റെ റബ്ബെന്നെ കാത്തില്ലേ. അങ്ങനെ എത്രയോ ആളുകൾ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അള്ളാഹിൻ്റെ കാവൽ കിട്ടും. പിന്നെയോ ഒരു 11ാമത്തേതായിട്ട് പറയുന്നത്, നമ്മുടെ മനസ്സിൽ എത്ര വലിയ മുറാദുണ്ടെങ്കിലും, എത്ര വലിയ മുറാദാണെങ്കിലും, നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കണം. ഒരു വീടാണ് ഉസ്താദേ എൻ്റെ ആഗ്രഹം, നോട്ടറ്റ് അല്ല, എനിക്ക് ഒരു കുഞ്ഞുണ്ടാവണം ഉസ്താദേ, അതാണ് എൻ്റെ ഒരു വല്ലാത്ത ആഗ്രഹം. പോയിൻ്റ് നോട്ട് ചെയ്തോ. അങ്ങനെ എന്താഗ്രഹം ആയിക്കോട്ടെ, എൻ്റെ കുഞ്ഞൊന്ന് നന്നായി കാണണം ഉസ്താദേ, ആയിക്കോട്ടെ. എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ 129 തവണ കൽബിൽ തട്ടിയിട്ട് യാ ലത്തീഫ് എന്ന്, വെറുതെ അങ്ങനെ അങ്ങോട്ട് ചൊല്ലല്ല, യാ ലത്തീഫ് യാ അല്ലാഹ് കൽബിൽ തട്ടിയിട്ട് ചൊല്ലാം. കൽബിൽ തട്ടിയിട്ട് ചൊല്ലിയാൽ എന്ത് സംഭവിക്കും? എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, കൽബിൽ തട്ടി 129 തവണ ചൊല്ലിയിട്ട് 7 തവണ സൂറത്ത് ഷൂറയിലെ 19ാമത്തെ ആയത്ത് ഓതുക.
അതാണ് നമ്മൾ നേരത്തെ ഓതിത്തന്നത്. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. കണ്ടോ, അല്ലാഹു ലത്തീഫും ബിഇബാദി, അവൻ്റെ അടിമകളോട് അത്യധികം ദയയുള്ള റബ്ബാണ് അവൻ. അവന് കയ്യും കണക്കില്ലാതെ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നവനാണെന്ന് പടച്ച റബ്ബ് തന്നെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. യാ അല്ലാഹ്, എത്ര വലിയ അത്ഭുതമാണത്. അപ്പോൾ 129 തവണ നല്ല നീയച്ചിൽ കൽബിൽ തട്ടിയിട്ട് യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മു ചൊല്ലിയതിന് ശേഷം എന്ത് ചെയ്യണം? 19 തവണ സൂറത്ത് ഷൂറയിലെ 19-ാമത്തെ ആയത്ത് 7 തവണ ഓതണം. എന്നിട്ട് നിങ്ങൾ ദ്വാരക്ക അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങളുടെ ആഗ്രഹം നടത്തിത്തരും. ഒരു 11 ദിവസം ഏറ്റവും ചുരുങ്ങിയത്, പോട്ടെ ഒരു 21 ദിവസം ചെയ്ത് നോക്ക്, നിങ്ങളുടെ ആഗ്രഹം അല്ലാഹു നടത്തിത്തരും. ഇനി 12-ാമത്തേത്, പലവിധ രോഗങ്ങളെ കൊണ്ട് പല ആളുകളും കഷ്ടപ്പെടുന്നുണ്ട്. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഇസ്മ ഇവിടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. 160 തവണ. നേരത്തെ നമ്മൾ പഠിച്ചത് 129 ആണെങ്കിൽ ഇവിടെ 160 തവണ ചൊല്ലുക. എന്നിട്ട് സൂറത്ത് ഷുഅറാ നമ്മൾ നേരത്തെ ഷൂറ പഠിച്ചു. ഷൂറ മറ്റൊരു സൂറത്താണ്, ഇത് ഷുഅറാ. സൂറത്ത് ഷുഅറായിലെ 78 മുതൽ 85 വരെയുള്ള ആയത്തുകൾ, 78, 79 തുടങ്ങി ഇങ്ങനെ 85 വരെയുള്ള ആയത്തുകൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനീ സുമ്മ യുഹീൻ എന്നിങ്ങനെ തുടങ്ങിയിട്ട് 85-ാമത്തെ ആയത്ത് വരെ ഓതുക. ഇങ്ങനെ ഓതിയിട്ട് അള്ളാഹിനോട് ദ്വാരക്കുക. അത് വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ട് രോഗിക്ക് കുടിക്കാൻ കൊടുക്കുക. ശരീരത്തിൽ തടവുക. രോഗം മാറുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരു 21 ദിവസം തുടർച്ചയായിട്ട് അത് ചെയ്യാം. മനസ്സിലായി? ഇങ്ങനെ ഒരുപാട് എണ്ണി ഒടുങ്ങാത്ത അത്ഭുതങ്ങളാണ് ഈ ഒരു ഇസ്മിന് പറയാനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് രക്ഷ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നേരിട്ട് വീക്ഷിക്കുന്ന നിമിഷം. 2 വരി ബൈത്ത് നമുക്ക് ചൊല്ലണ്ടേ? വേണം, 2 വരി ചൊല്ലാം. അതിനുമുമ്പ് ഒരു കാര്യം, വെള്ളിയാഴ്ച ദിവസമാണ്, സ്വതക്ക ചെയ്യാൻ ഏറ്റവും ആപ്റ്റായ ദിവസമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നേരിട്ട് കാണുകയാണ്, സ്വലാത്തിൻ്റെ ഇടയിലാണ്. ഈ കാണുന്ന റിലീഫ് പദ്ധതിയിലേക്ക് കഴിയുന്ന ആളുകളൊക്കെ ഒരു 313 രൂപ. അല്ല, എനിക്ക് 1000 അയക്കാൻ പറ്റും ഉസ്താദെ, ഞാൻ 1000 അയക്കും. അൽഹംദുലില്ലാ. ഏറ്റവും ചുരുങ്ങിയത് ഉള്ളവർ മതി കേട്ടോ, ഇല്ലാത്തവരെ നിർബന്ധിക്കുകയല്ല. ഒരുപാട് പാവപ്പെട്ട ആളുകൾ വന്നിട്ട് സങ്കടം പറയാറുണ്ടോ, രോഗമാണ്, കടാണ്, ബുദ്ധിമുട്ടാണ്. പലപ്പോഴും കയ്യിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ ചില സമയത്ത് കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള സങ്കടമാണ്. ആ ഒരു സങ്കടം ഈ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് തീർക്കണം. ഒരുപാട് ആളുകൾ വന്നിങ്ങനെ ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസമൊക്കെ ഒരുപാട് ആൾക്കാർ വരും. ഇപ്പോൾ അവരുടെ കയ്യിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാൻ ഇല്ലേ. അതുപോലെ തന്നെ നമ്മുടെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞ, കടക്കണിയിൽ പെട്ടുപോയിട്ടുള്ള, നിത്യവൃത്തിക്ക് വകയില്ലാത്ത, പെട്ടെന്ന് ആകെ കുടുക്കിലായിപ്പോയ ആളുകൾ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, പ്രയാസം അനുഭവിക്കുന്നവർ, അവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹദിയ കൊടുക്കണ്ടേ? ഈ വെള്ളിയാഴ്ച ദിവസം കഴിയുന്ന ആളുകളൊക്കെ ഏറ്റവും ചുരുങ്ങിയതൊരു 313. ഇല്ല, എനിക്ക് അതിലേറെ നൽകാൻ പറ്റും എൻ്റെ റബ്ബിന് വേണ്ടി. കാരണം എൻ്റെ റബ്ബിന് ഞാൻ കൊടുത്താൽ അവൻ എനിക്ക് എത്രയോ ഇരട്ടി തരാൻ കഴിയുന്ന തമ്പുരാനാണെന്നുള്ള ബോധ്യത്തിൽ എനിക്ക് കൂടുതൽ തരാൻ പറ്റും എന്നാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വിട്ടു തന്നേക്കുന്നു. കഴിയുന്നവരൊക്കെ ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. 2 വരി ബൈത്ത് ചൊല്ലിക്ക്. ثم رضى عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സ്വലാത്തായി, സ്വതക്കയായി, ഹദിയയായി, മജ്ലിസായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവിടെ നിന്ന് ഇങ്ങനെ കാണണം, ഈ വെള്ളിയാഴ്ച ദിവസം എൻ്റെ പേരിൽ സ്വതക്ക ചെയ്തവർ, എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവർ, ഇവർക്കൊക്കെ മുത്തുനബിയുടെ ഒരു സന്തോഷം കിട്ടണം, അവിടുത്തെ നൂർ ആസ്വദിക്കാൻ പറ്റണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകളുണ്ട് ഉസ്താദെ ഒന്നുമില്ല കയ്യിൽ, തരണമെന്ന് കൊതിയുണ്ടെന്ന്. ആ കൊതിമതിയോടോ അള്ളാഹു നിങ്ങളെ ഉന്നതിയിലെത്തിക്കും. അൽഹംദുലില്ലാ, അള്ളാഹു ആ കൽബും സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, മന്ത്രിച്ച് നമുക്ക് ചരട് കെട്ടാൻ പറ്റുമോ എന്നുള്ളതാണ്. ചില ആളുകൾ പറ്റും, ചില ആളുകൾ പറ്റൂല എന്ന് പറയുന്നുണ്ട്. ഇസ്ലാം പറയുന്നത് പറ്റും എന്നാണ്. ചില ഓരോ ഹദീസ്, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ പറയാറുണ്ട്. അത് പാവങ്ങൾ അന്ധവിശ്വാസത്തിൽ പെട്ടുപോയതാണ്. ആ ഹദീസിൻ്റെ യഥാർത്ഥ അർത്ഥം അങ്ങനെയല്ല. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ പെട്ടു എന്ന് പറഞ്ഞാൽ ഏലസ് കെട്ടിയാൽ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണമുണ്ട്. ഏത് ഏലസ്? അമ്പലങ്ങളിൽ പോയി ഷിർക്കിൻ്റെ ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. അല്ലാതെ അള്ളാഹുവിൻ്റെ ഖുർആനായത്ത് എഴുതിയിട്ടൊരു ഏലസ് കെട്ടിയാൽ അതിലെവിടെ ശിർക്ക്? ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചിന്തിക്കൂലേ? നമ്മൾ ഏലസിനെയാണോ, ഏലസാണോ നമ്മുടെ രോഗം മാറ്റുന്നത്? അല്ല, ഏലസ് കാരണം. ഒരാൾ ഗുളിക കഴിക്കുന്നു, ഗുളികയാണ് എൻ്റെ രോഗം മാറ്റുന്നതെന്ന് കരുതിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഗുളിക കാരണമാണ് രോഗം മാറ്റുന്നവൻ അള്ളാഹു അല്ലേ, ഏലസ് കാരണമാണ്. ഇമാം നവവി തങ്ങളൊക്കെ പറയുന്നുണ്ട് ഖുർആൻ ഷിഫയാണെന്ന് ഖുർആനിലുണ്ടല്ലോ. എങ്ങനെയാണ് ഷിഫയാകുന്നത്? അത് പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കുക, അതുപോലെ ഏലസാക്കി കെട്ടുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ കഴുത്തിൽ കെട്ടിക്കൊടുത്തിരുന്നു. സ്വഹാബത്ത് കഴുത്തിൽ, കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ എന്ത് ചെയ്തു? മുത്തനബി പഠിപ്പിച്ച ദിക്റുകൾ എഴുതി കെട്ടിക്കൊടുത്തിരുന്നു ഏലസായിട്ട്. റസൂലുള്ളാഹിന്റെ മുമ്പിലല്ല കുഞ്ഞുങ്ങൾ നടന്നത്. ഇതൊന്നും കാണാത്ത ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏലസ് എഴുതാം, കെട്ടാം. ബാത്റൂമിൽ പോകാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല, കാരണം അത് കവേർഡാണല്ലോ, തുറന്നു വെച്ചിട്ടല്ലല്ലോ നമ്മൾ പോണത്. അതുകൊണ്ടൊരു കുഴപ്പമില്ല, ബാത്റൂമിൽ പോകാം. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു നബി വിളിക്കും, യാ റസൂലല്ലാഹ്, യാ മുഹമ്മദ് നബിയെ എന്നെ സഹായിക്കണേ എന്നർത്ഥത്തിൽ ഒരു നബി മുത്തുനബിയുടെ ഖബറിൽ വന്ന് വിളിക്കും. ആരാണ് ആ നബി? കമൻറ്റ് ചെയ്യുക. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹമുറഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, ഞങ്ങൾ പഠിച്ച ഇസ്മ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞങ്ങൾ നൽകിയ പാവപ്പെട്ടവരിലേക്കുള്ള സ്വതക്ക, ഹദിയ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ തളർത്തിക്കളയല്ലേ അല്ലാ. ആഫിയത്തും ആരോഗ്യം തരണേ അല്ലാ. അസുഖബാധിതർക്ക് ശിഫ നൽകണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. പലവിധ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. പടച്ചവനെ, യാ റബ്ബന, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല, ഇണകളെ നന്നാക്കണയല്ല, പഠനങ്ങളിൽ മറ്റു മേഖലകളിൽ മക്കൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും പുരോഗതി നൽകണയല്ല. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല, ഈ കുടുംബത്തെ നീ സ്നേഹിക്കണയല്ല, നിൻ്റെ തൃപ്തി നൽകണയല്ല, നിൻ്റെ റിള നൽകണയല്ല, നിൻ്റെ നോട്ടം നൽകണയല്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിൻ്റെ റഹ്മത്തിൻ്റെ മഴ നീ വർഷിപ്പിക്കണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ല. ഞങ്ങളിൽ നിന്ന് വീടില്ലാത്ത ആളുകളുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ല. പടച്ചവനെ, ഉള്ള വീട്ടിൽ സമാധാനം നൽകണേ അല്ല. കടക്കണിയിൽ പെട്ടുപോയവരുണ്ട്, കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ല. ഖബറിടം സന്തോഷത്തിലാക്കണേ അല്ല. പടച്ചവനെ, ഞങ്ങൾ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.